ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മാർച്ചിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഏതൊക്കെയാണ് മാർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2025 മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. അഞ്ജു രതി റാണയാണ് കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത്. അഞ്ജു രതി റാണ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2025 ഫെഡറൽ ബാങ്കിങ്ങിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് വിദ്യാ ബാലൻ. വിദ്യാ ബാലൻ എന്താണ്? ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? വിദ്യാ ബാലനാണ്. 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആരാണ്? അജിത് രത്നാകർ ജോഷി. അജിത് രത്നാകർ ജോഷി എന്തായിട്ടാണ് നിയമിതനായത്? RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട്. RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അജിത് രത്നാകർ ജോഷിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള രാജ്യം അമേരിക്ക. എന്താണ് അമേരിക്കയോട് പറയുന്നത്? 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യമാണ് അമേരിക്ക. അതിസമ്പന്നരുള്ള രാജ്യമാണ് അമേരിക്ക. ഏത് റിപ്പോർട്ട് പ്രകാരം? ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2025 മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗരദൗത്യം ഏതാണ്? പഞ്ച്. നാസയുടെ സൗരദൗത്യമാണ് പഞ്ച്. പഞ്ച് എന്താണ്? നാസയുടെ സൗരദൗത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? ഇന്ത്യയും ന്യൂസിലൻഡുമാണ്. ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാരാണ്? അജാന്ത ശരത് കമലാണ്. അജാന്ത ശരത് കമലാണ്. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമായ അജാന്ത് ശരത് കമലാണ് 2025 വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാണ് അജാന്ത ശരത് കമൽ. 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവാരാണ്? 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവാണ് ജെയിംസ് ഹാരിസൺ. ജെയിംസ് ഹാരിസൺ ആണ് 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവ് ജെയിംസ് ഹാരിസൺ. ലെവിയുടെ ആഗോള അംബാസിഡറായി നിയമിതനായതാരാണ്? ദിൽജിത്ത് ദോസഞ്ച്. ലെവിയുടെ ആഗോള അംബാസിഡറായി നിയമിതനായതാരാണ്? ദിൽജിത്ത് ദോസഞ്ച്. 2025 മാർച്ചിൽ MRFൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗിൽ എന്താണ്? 2025 മാർച്ചിൽ MRFൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായതാണ് ശുഭ്മാൻ ഗിൽ. 2025 മാർച്ചിൽ BCCIയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മനൻ കുമാർ മിശ്രയാണ്. മനൻ കുമാർ മിശ്രയാണ് 2025 മാർച്ചിൽ BCCIയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2025 മാർച്ചിൽ ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? മായങ്ക് ശർമ്മയാണ്. മായങ്ക് ശർമ്മ എന്തായിട്ടാണ് ചുമതലയേറ്റത്? ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറലായാണ് മായങ്ക് ശർമ്മ ചുമതലയേറ്റത്. ഫില 2025 ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ജയ്ഷായ്ക്കാണ്. ജയ്ഷായ്ക്കാണ് ഫില 2025 ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂൾ ഏതാണ്? ഡ്രാഗൺ കോപൈലറ്റ്.
ഡ്രാഗൺ കോ പൈലറ്റാണ്. അടുത്തിടെ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ഹെൽത്ത് കെയർ AI ടൂൾ. 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി ആരാണ്? പ്രിൻസസ് ആസ്ട്രിഡ്. പ്രിൻസസ് ആസ്ട്രിഡാണ് 2025 മാർച്ചിൽ ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരി. ഇന്ത്യ സന്ദർശിച്ച ബെൽജിയം രാജകുമാരിയാണ് പ്രിൻസസ് ആസ്ട്രിഡ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ ഷോറൂം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. 2025 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ ഏതാണ്? ഗാണ്ടീവയാണ്. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഗാണ്ടീവ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ് ഗാണ്ടീവ. അടുത്തിടെ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തിയ പേടകം ഏതാണ്? ബ്ലൂ ഗോസ്റ്റ് ആണ്. അടുത്തിടെ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തിയ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. അദീന ദൗത്യം വിക്ഷേപിച്ചത് 2025 ഫെബ്രുവരി 26-നാണ്. അദീന ദൗത്യം വിക്ഷേപിച്ചത് 2025 ഫെബ്രുവരി 26-നാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരമാണ്? വിരാട് കോഹ്ലിയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. 2024-25 രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിൻ്റെ KCA പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയാണ്? 1.5 crores ആണ്. 1.5 crores ആണ് രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പായ കേരള ടീമിന് KCA പ്രഖ്യാപിച്ച സമ്മാനത്തുക. 2025 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധനാരാണ്? ജോർജ് പി എബ്രഹാം. ജോർജ് പി എബ്രഹാമാണ് 2025 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ വൃക്ക ശസ്ത്രക്രിയാ വിദഗ്ധൻ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? പദ്മകർ ശിവാൽക്കറാണ്. പദ്മകർ ശിവാൽക്കറാണ് 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ആരാണ്? പദ്മകർ ശിവാൽക്കറാണ്. സ്കൂൾ കുട്ടികൾക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? സുബാലേണാണ്. സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സുബാലേൺ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഓഫീസ് ഏതാണ്? ഏറനാടാണ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഓഫീസാണ് ഏറനാട്. ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ദേശീയ വന്യജീവി ബോർഡിൻ്റെ 7ാമത് മീറ്റിംഗ് വേദി ഏതാണ്? ഗീർ ദേശീയോദ്യാനമാണ്. ദേശീയ വന്യജീവി ബോർഡിൻ്റെ 7ാമത് മീറ്റിംഗ് വേദിയാണ് ഗീർ ദേശീയോദ്യാനം. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്? IRCTCയും IRFCയാണ്. 2025 മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് IRCTC, IRFC. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. അടുത്തിടെ സിംഗപ്പൂരിലേക്ക് ആന്തൂറിയം കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് മിസോറാം.
2025 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? 2025 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. സ്കൈപ്പ് എന്താണ്? 2025 മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ്. ടിയാൻഗോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യമേതാണ്? പാകിസ്ഥാനാണ്. ടിയാൻഗോങ്ങിലേക്ക് യാത്രികനെ അയക്കുന്ന ആദ്യ വിദേശ രാജ്യമാണ് പാകിസ്ഥാൻ. 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ഋഷഭ് പന്താണ്. 2025 ലോറൻസ് സ്പോർട്സ് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ക്രിക്കറ്റ് താരമാണ് ഋഷഭ് പന്ത്. 2025 മൊബൈൽ വേൾഡ് കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? സ്പെയിനിലാണ്. 2025 മൊബൈൽ വേൾഡ് കോൺഫറൻസിന് വേദിയാകുന്നത് സ്പെയിനാണ്. ഉറുഗ്വേയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? എമൂണ്ടോ ഓർസിയാണ്. ഉറുഗ്വേയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് എമൂണ്ടോ ഓർസിയാണ്. 2025 മാർച്ചിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി പുറത്തിറക്കിയ രാജ്യമേതാണ്? അമേരിക്കയാണ്. 2025 മാർച്ചിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി ഉത്തരവിറക്കിയ രാജ്യമാണ് അമേരിക്ക. 2025 മാർച്ചിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് സ്റ്റീവ് സ്മിത്ത്. 2025 മാർച്ചിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരമാണ് സ്റ്റീവ് സ്മിത്ത്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ്? ബ്രിട്ടനാണ്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. പോലീസ് ഓഫീസുകളിൽ നേരിട്ടെത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന കേരള പോലീസിൻ്റെ പോർട്ടലാണ് തുണ. തുണ എന്താണ്? പോലീസ് ഓഫീസുകളിൽ നേരിട്ടെത്താതെ വിവിധ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കേരള പോലീസിൻ്റെ പോർട്ടലാണ് തുണ. 2025 മാർച്ചിൽ നാസ വിജയകരമായി ചന്ദ്രനിലിറക്കിയ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. 2025 മാർച്ചിൽ നാസ വിജയകരമായി ചന്ദ്രനിലിറക്കിയ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. നമ്മളെ നേരത്തെ പഠിച്ചിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം സൂര്യോദയം പകർത്തിയ ആദ്യ പേടകവും ഏതാണ്? ബ്ലൂ ഗോസ്റ്റാണ്. 2025 ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം. ലോക കേൾവി ദിനം എന്നാണ്? മാർച്ച് 3 അതിൻ്റെ തീമാണ് ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ് എംപവറിങ് യുവർ സെൽഫ് ടു മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. ചേഞ്ചിങ് മൈൻഡ് സെറ്റ്സ് എംപവർ യുവർ സെൽഫ് ടു മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ. ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ലെനയാണ്. സിനിമ ആക്ട്രസ്സായിട്ടുള്ള ലെനയാണ് ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇനി അടുത്ത വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.